എന്താ മുക്രിയാപ്പിളെ, എന്തു പറ്റി? കഴിക്കുന്ന ആഹാരം ഇറങ്ങുന്നില്ല. മൂപ്പരിക്ക് നൊസ്സടിച്ചെന്നാ തോന്നുന്നു. എൻ്റെ കൂറ്റിനെന്ത് പറ്റിയടാ? ഇപ്പ ബാങ്ക് വിളി മന്ത്രിക്കലാക്കിയ. നീ കേട്ടോടാ, ഒച്ചത്തിൽ വിളിക്കണം, എന്നിട്ട് വേണം നാട്ടുകാർക്ക് പള്ളിയിൽ വരാൻ. പല പ്രവൃത്തിയുള്ള ആൾക്കാരാണെന്ന് കണക്കാക്കിക്കോ. എന്താ റമുള്ളാനെ, എന്തു പറ്റി? കരയാതെ കാര്യം പറയും. തൊണ്ടയിൽ വേദന, ഒച്ച വരുന്നില്ല. എന്നിട്ടെന്താ ഇതുവരെ പറഞ്ഞ്? അതിനിടെ കരഞ്ഞോണ്ടിരുന്നാ മതിയാ? ആശുപത്രിയിലോട്ട് ചെല്ല്, നീയും കൂടി ചെല്ല്, എന്നിട്ട് വിവരം പറയണം. ഈ കടലാസ മരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത് കാണിച്ച് മരുന്ന് വാങ്ങിച്ചു. അവർ പറയുന്ന പോലെ മരുന്നൊരാഴ്ച കഴിച്ചിട്ട് തന്നെ വന്ന് കാണും. സമയത്തിന് മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചോളണം. ധാതൃവാനെ, ഇതൊക്കെ നോക്കി അടുത്ത് നിന്ന് പോലെ എൻ്റെ ജോലിയാണ്. കുറവെന്തെങ്കിലും കണ്ടാൽ എൻ്റെ ബിധം മാറും, എനിക്കറിയാല്ല. ഇനിയുടെ പഠിപ്പുര കിടന്നാൽ മതി, പള്ളിയിലേക്കൊന്നും കിടക്കാൻ പോകണ്ട. എനിക്ക് സുഖാവും വരെ ബാങ്ക് വിളിക്കാൻ വേറെ ആളെ വെക്കാം. പറഞ്ഞത് കേട്ടല്ലോ, നീ രണ്ടാളും പൊയ്ക്കും. ആറ്റില്ല ഇവിടെ വരുന്ന. എറമുള്ളാന് നല്ല സുഖമില്ല. ഓനും കൂടി ഇന്നോട്ട് ഈടെയാ കിടക്കുക. ഓൻ്റെ കാര്യം കൂടി നോക്കാൻ കടശിപ്പാത്തിനോട് പറഞ്ഞേക്ക്. അകത്തുള്ളവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഡാക്ടർമാനെ, എനിക്ക് ഇത്തിരി വെള്ളം എന്താ ദാഹിക്കുന്നു. ഇത്തിരി വെള്ളം എന്താ ദാഹിക്കുന്നു. എനിക്ക് തീർത്തും വയ്യ. നാളെ നീ ആശുപത്രി വരെ പോയി ഡോക്ടറോട് പറഞ്ഞ് വല്ല മരുന്ന് മേടിച്ചോണ്ട് വാ. വെള്ളം ഇറക്കാനെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ മതി. ഈ കിട്ടിയിരിക്കുന്ന ഫലം വെച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ക്യാൻസർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ പരിശോധന നടത്താനോ
നടത്തിയിട്ട് ഇപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഇവിടെ ചികിത്സിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതാണ് നല്ലത്. തിരുവനന്തപുരത്ത് എൻ്റെ ഇതിൽ കൂട്ടുകാരുണ്ട്, വേണമെങ്കിൽ ഞാൻ എഴുത്തു തരാം. ഉടുപ്പിയിൽ എൻ്റെ മോൻ ഡോക്ടറാവാൻ പഠിക്കുന്നുണ്ട്. ആടെ ആയാലോ? അത് നല്ലതാ, കൂടെ ഒരാളില്ലാതെ കഴിക്കാലോ. മോൻ ഏത് വർഷ? 1ാം കൊല്ലം. ആശുപത്രിയിലേക്ക് ആരെങ്കിലും വിട്ടാൽ മതി, കടലാസൊക്കെ കൊടുത്തയക്കാം. കൂടുതൽ വെച്ചുകൊണ്ടിരിക്കണ്ട, നല്ല വേദന കാണും. വേദന കുറയ്ക്കാനുള്ള മരുന്നെല്ലാം ഞാൻ തരാം. അതൊക്കെ ഇവിടെ പറ്റൂ. ഒട്ടും വിഷമിക്കണ്ട, ബേസ്വാന്നാ ഡോക്ടർ പറഞ്ഞ്. പിന്നെ എന്തിനാണെങ്കിലും കുഞ്ഞാലി ഉണ്ടല്ലോ, മടിക്കാതല്ല ഓനോട് പറഞ്ഞോണം. ഞാനും ഇടയ്ക്ക് വരാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, ശരീരം ഇളക്കണ്ട. കുഞ്ഞാലി ഇങ്ങോട്ട് പറഞ്ഞു വിടാ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം. ഞാൻ വരാം. ചെലവിനുള്ള പൈസ ബാങ്കിൽ നിന്ന് എടുത്തോളാം. ഇനി നീ പോയിക്കോ, ക്ലാസ് കളയണ്ട. ഇതൊക്കെ ആയിട്ട് പഠിത്തം മോശമാക്കരുത്. ഭാഗ്യം കൊണ്ടാ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് ഓർമ്മ വേണം. അത് ഉപയോഗിക്കാൻ നോക്ക്. പെരുന്നാളിന് വരാൻ പറഞ്ഞ് ഞാൻ ഇബ്രാഹിക്ക് എഴുതിയിട്ടുണ്ട്. ഓൻ വന്നാൽ ഇങ്ങോട്ട് അയക്കാം. ഈ ഇനി പെരുന്നാളിന് വന്നാൽ മതി. നോമ്പെടുക്കണം. വീട്ടിലല്ലാന്ന് വെച്ച് അതിന് മടി കാണിക്കരുത്. പറ്റിയ ഇടയ്ക്ക് ഇറങ്ങാം. കുഞ്ഞാലിക്കാടെ ബുദ്ധിമുട്ടൊന്നുമില്ല. താമസവും ഭക്ഷണവും ഒക്കെ നല്ലതാണ്. ആസ്പത്രി ഒരു കണക്കിന് ഇറമുള്ളാനെ അങ്ങോട്ട് കൊണ്ടുപോയത് നന്നായി. ഈടെ കിടന്ന അവൻ്റെ കഷ്ടപ്പാട് നമ്മൾ കാണണ്ടേ. അതിനിപ്പോൾ എമ്മിണിയേറെ ചിലവാക്കുന്നില്ലേ? ഈടെ ഇതിന് മാത്രം ഉണ്ടാവും. ഓനെ പിന്നെ ആര് നോക്കും? കുഞ്ഞായിരിക്കുമ്പോൾ ഉപ്പയുടെ അടുത്ത് വന്ന് കൂടിയതാ. ശബ്ദം നല്ലതെന്ന് പറഞ്ഞ് വല്യതങ്ങൾ ഓനെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ച. എറമുള്ളാനെ ബെല്ലാം മറ്റൊരാൾ ഈ അടുത്ത പള്ളിയിലൊന്നും ഉണ്ടായില്ല. ആസ്പത്രി കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടം വന്നു. മിണ്ടാൻ പറ്റണ്ടേ? പാവം. അതോലൊരുത്തിനെ പഠിപ്പിക്കാൻ ഈ തങ്ങളും കുറെ കായ ഒഴിക്കണുണ്ടല്ലോ. ഈ കളയണ കായ ഉണ്ടായിരുന്ന ബീക്കുട്ടീനെ കൊള്ളാവുന്നിടത്ത് പറഞ്ഞു വിടായിരുന്നു. വലുതായിട്ടും ബീക്കുട്ടിയുടെ നിക്കാഹ് നടത്താത്തതിന് ആൾക്കാർ എന്നോടാ ചോദിക്കുന്നത്. എന്തായി പറയുന്നത്? ബീക്കുട്ടിയുടെ പഠിത്തം കഴിയിട്ടാൽ ഇപ്പം പഴയ പോലൊക്കെയാണോ കാര്യങ്ങൾ? നമ്മുടെ കൂട്ടത്തിലെ പെൺപിള്ളേരും പഠിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ കുഞ്ഞാലി ഡോക്ടർ പരീക്ഷ പാസ്സായാലും ആവും അറക്കക്കാർക്കൊരു പെരുമയല്ലേ? ആ ഹറാത്ത് എങ്ങനെ അറക്കലാവുന്നത്? ഓൻ എൻ്റെ വീട്ടിലുണ്ടായതല്ല. തങ്ങളാ? ആ, കുഞ്ഞാലിയാ? എറമുള്ളാനാ? എപ്പോഴാ? വേണ്ട വേണ്ട, 5-6 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഉടനെ ഒരു വണ്ടിയായിട്ട് ഇബ്രാഹിം അങ്ങോട്ട് അയക്കാം. ഈ അടുത്ത കാര്യമൊക്കെ ശരിയാക്ക്. ചിലവിനുള്ള പൈസയൊക്കെ കൊടുത്ത് തീർക്കണ്ടേ? ബില്ല് എത്രയാണെന്നൂടെ നോക്ക്. ഏതായാലും ഇബ്രാഹിൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്ത് അയക്കാം. നീ കൂടെ പോരെ? ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ മുടക്കമായല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം.
إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أغناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون فسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكرى وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. വലിയ സങ്കടമായിപ്പോയി. എടി പാത്തു, ഓക്കെ ഉറങ്ങാൻ കണ്ടൊരു സമയം. സന്ധ്യക്കാണോടി കിടന്നുറങ്ങണേ? വേണിട്ട് നിസ്കരിക്ക്. ഏറമുളാനിക്ക മരിച്ചെന്റെ സങ്കടത്തിൽ കിടന്നതാ ഉമ്മ, ഉറങ്ങിപ്പോയി. അതിന് അനക്കെന്തിനാടി സങ്കടം? അൻ്റാരും മരിച്ചിട്ടില്ല ഇവിടെ. വേണിട്ട് ചോറും ചായ ഉണ്ടാക്ക്, അല്ല എല്ലാറ്റിനെയും അടിച്ച് പുറത്താക്കും. എന്താ? എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കണേ? എരമുല്ലാനിക്ക മരിക്കണമെന്ന് നീ കണ്ടില്ല? ഞാൻ അതും കണ്ടു. ആ ബാങ്കവിളിന്റെ ഒച്ചന്റെ ചെവിയില് മൂടുന്നു. പെണ്ണിന്റെ ഓരോ തോന്നലേ, ഓരോന്നും നിരീച്ച് പറയാതെ പാത്തു ചേച്ചെടുത്ത് പോയി കിടന്ന് ഉറങ്ങ്. ആ പൂതി വേണ്ട. ഉമ്മാടെ ഹാലിളകി നടക്കുക, ആടാരും കിടത്തൂല. എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടതാ. അല്ല, നല്ല രസമുണ്ടല്ലോ. നീ ഇത് എനിക്ക് മേടിച്ചതാ? ഏയ്, ആടൊരു മൊഞ്ചത്തിക്ക് മേടിച്ചതാ. നിന്നെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്നെക്കാളും മുഞ്ചത്തിയോ? പിന്നെ പറയാനുണ്ടോ? പക്ഷെ നിന്റെ അത്ര ബുദ്ധൂസല്ല. മാല ഇട്ടുകൊണ്ട് താഴേക്ക് എന്ന് ഉമ്മാന്റെ വായിലിരിക്കണ കേൾക്കണ്ട. അതഴിച്ചെടെങ്കിലും വെക്ക്. നീ എന്താ താഴേക്ക് പോകത്ത്? പോ ചെറുക്ക, ഞാനിട്ടിരുന്നാ നിനക്കെന്താ ചെയ്തം? നീ ഇപ്പൊ താഴേക്ക് പോകും. ഉപ്പ ആണണ്ട. നിനക്കെന്നോട് ഒട്ടും ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? ആടുത്ത വിശേഷം എന്തേലും നീ എന്നോട് പറഞ്ഞ? ഒരു പത്രാസുകാരൻ. പാത്തു, എടി പാത്തു, ഇവിടെയാണോ കിടന്നുറങ്ങുന്നത്? നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? ബീ കുട്ടി നിന്റെ ഒപ്പരല്ലേ കിടന്നേ? കുട്ടിയുടെ ഇല്ലല്ലോ. പിന്നെ ഓളവിടെ പോയി? എന്താടി നത്തിനെ പോലെ നോക്കുന്നേ? വെള്ള കീറൻ ഇപ്പൊ കണ്ടുപിടിക്കേ. വെറുതെ പാട്ടാക്കണ്ട.
മീച്ചിക്കാതെ വേം പോ. എന്താ മോനെ പീക്കുട്ടി എന്തിനാ ഇടക്കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ച്? ഇനി ഞാൻ ബീവിയോട് എന്തു പറയും? വേഗം താട്ടുവാ, ഉമ്മ അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്താ താഴത്തൊരു ഒച്ചപ്പാട്? പാത്തു എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. എറമുള്ളാൻ ഈടൊക്കെ കാണും. എറമുള്ളാന് പാത്തു എന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷേങ്കിൽ പാത്തൂന് അവനെ വേണ്ട. ഓളാ പിരാന്തൻ്റെ പിന്നാലെ പോയി. ഓൻ പോയില്ലേ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഇപ്പം ഇങ്ങടെ പുന്നാരം നോക്കൊരുത്തനെ കൊണ്ടുവരാൻ നോക്ക്, അല്ലേ വെറുതെ നാണക്കേടാവും. അതിനിപ്പോൾ ഓക്കെന്താ പറ്റിയേ? ഓളെ പഠിപ്പ് കഴിയട്ടെ, അപ്പോഴേക്കും ആലോചിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഓള് കുഞ്ഞനാ, എന്നാ അവളുടെ പെരുമാറ്റം കുഞ്ഞുങ്ങളെ പോലാണോ? അതുമല്ല, ഏത് നേരത്തും കുഞ്ഞാലിയുടെ മുറിയിലാ ബീക്കുട്ടി. നിങ്ങൾക്കതറിയോ? ഓരൊരുമിച്ച് എൻ്റെ മുല പിടിച്ച് വളർന്നതല്ലേ, ഓരൊരുമിച്ച് സന്തോഷമായിരിക്കട്ടെ. എനിക്കിപ്പോഴും ഓൻ്റെ കാര്യത്തിലൊരു സംശയമാണ്. എനിക്കില്ലേ ഓശാരം? ജോലി കിട്ടട്ടെ, അതിനി എന്നാ? 4-5 കൊല്ലം വേണം. അപ്പോഴേക്കും ഞാൻ മൂത്ത് നിറയ്ക്കും. അത്രയൊന്നും കാത്തിരിക്കാനുള്ള മനസ്സില്ല. ഇപ്പൊ എന്താ തരാനുള്ള ചേട്ടാ? അമ്പടി കേമി, ഇന്നലെയല്ലേ നിനക്ക് ഞാൻ ഒരു മാല തന്നത്? എന്നും ഓശാരം തരണേ ഞാൻ വല്ലയിടത്തും കക്കാൻ പോണം. എനിക്കൊരു ഓശാരം തരാൻ നീ ഇപ്പൊ കക്കാനൊന്നും പോണ്ട. ഒരു ചെറിയ സമ്മാനം മതി. അതെന്താ? ഒരു ഉമ്മ. കുഞ്ഞാലി എന്നാ പോകുന്നേ? നാളെ തന്നെ പോണം. എറമുല്ലാനിക്കാൻ്റെ അസുഖം കാരണം കുറേ ദിവസം പോയി. പരീക്ഷയും കടുത്തു. തോറ്റാ പിന്നെ ഉപ്പാൻ്റെ മുഖത്തെങ്ങനെ നോക്കും? ഈടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കോളേജ് ഒന്ന് തുറന്നാ മതിയായിരുന്നു. നാളെ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? എൻ്റെ കൂടെയാ? പിന്നെ ആരുടെ കൂടെയാ? നിന്നെ കൊണ്ടുപോകാൻ പുയ്യാപ്പളമാര് കാത്തു നിൽക്കണം എന്നാണല്ലോ കേൾക്കണേ. ആ പൂതി വേണ്ട. നെയ്ച്ചോറിന്റെ രുചി ഓർത്ത് വായി വെള്ളം വന്ന് കാണും. കൊതിയൻ. പൊടി. ബീക്കുട്ടി ഇനി ഉറങ്ങിയില്ലേ? കുഞ്ഞാലി പോയതിന്റെ സങ്കടമായിരിക്കും. ഓനുടനെ വരില്ലേ, പിന്നെന്തിനാ വിഷമിക്കുന്നേ? അതൊന്നും അല്ല. ബീക്കുട്ടിയുടെ പ്രായം കഴിഞ്ഞല്ലേ എന്റെ തലയിൽ നിറച്ച്. എനിക്കറിയില്ലേ ബീക്കുട്ടിയുടെ അങ്കലാപ്പ്. ഓ പാത്തു ചാച്ച, ഞാൻ ആ കൊട്ട് കേട്ട് കിടന്നതാ. എനിക്ക് എന്റെ കഥ പറഞ്ഞതാ. ആർക്കറിയാതെ ഏതാന്ന്. ബീക്കുട്ടി കിടന്നുറങ്ങ. ഒരു കഥ പറഞ്ഞാലേ ഞാൻ ഉറങ്ങൂ. പണ്ട് പണ്ടൊരു രാജകുമാരി ഉണ്ടായിരുന്നു, പെരുത്ത സുന്ദരി. ഓളെ കെട്ടാൻ ആശിച്ച് രാജകുമാരന്മാര് കാത്തു കിടന്നു. പക്ഷെ ഓ കാര്യം പിടിച്ചില്ല. രാജാവ് വിഷമത്തിലായി. രാജകുമാരിയെ വിളിച്ചു വരുത്തി രാജാവ് ചോദിച്ച്, എന്താ മോളെ അനക്കാരെ ഇഷ്ടപ്പെടാത്ത? ഇഷ്ടപ്പെട്ടത് ആരായാലും പറഞ്ഞോ, വിവാഹം ചെയ്തു തരാം. ഇത് കേട്ട രാജകുമാരി പറഞ്ഞ്, എനിക്കൊരു ജിന്നിനെ മതി. കേട്ടയുടൻ ഭടന്മാരുടെ നേർക്ക് തിരിഞ്ഞ് രാജാവ് അലറി, കൊണ്ടുവരൂ ഒരു ജിന്നിനെ. എന്നിട്ട് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ രാജാവ് പറഞ്ഞു, വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. രാജകുമാരിയുടെ വിവാഹം കേമായിട്ട് നടന്നു. ആദ്യ രാത്രിയിൽ രാജകുമാരിയുടെ ഭർത്താവ് ഉറങ്ങിപ്പോയി. രാജകുമാരിക്കാണെങ്കിൽ ഉറക്കം വന്നുമില്ല. ഓള് കണ്ണും മിഴിച്ച് നോക്കിക്കിടന്നു. അപ്പോഴാ കിളിവാതിൽ താനെ തുറക്കുന്നു. രാജകുമാരി സൂക്ഷിച്ചങ്ങോട്ട് നോക്കി. ആരാ കിളിവാതിക്കലെന്നാ ബീക്കുട്ടി വിചാരിച്ചു.